ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ മേഖലയിലേക്ക് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവചനങ്ങൾ ശരിയാകാം, തെറ്റാകാം, എന്നാലും ഒരു 80% ശരിയാകുമെന്നുള്ള ഉറപ്പിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രഡിക്ഷൻ ക്ലാസ്സിനകത്തേക്ക് സാറ് വന്നിരിക്കുന്നത്. ഞാൻ ജയ്സൽ, നിങ്ങളോടൊപ്പം എജുപോർട്ടിനോടൊപ്പം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിസ്ഥാന പാഠാവലി കൃത്യമായിട്ട് ആകെ ഒരു യൂണിറ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് മുൻ വർഷങ്ങളിലെ ഓണപ്പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യപേപ്പറുകൾ കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ കുട്ടികളായ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം കുറച്ചധികം വർഷങ്ങളായിട്ട് ഈ പുസ്തകം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. പരമാവധി ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തൊന്നും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഓണപ്പരീക്ഷ പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേ ചോദ്യങ്ങളുടെ ഒരു കൂട്ടം എടുത്തിട്ട് അതിൽ നിന്ന് ഓരോ ഇടവിട്ട് ഓണപ്പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പ്രഡിക്ഷൻ സെക്ഷനുമായിട്ട് മാഷ് വന്നിരിക്കുന്നത്. പഠിക്കുന്ന കൂട്ടത്തിൽ ഈ പറയപ്പെട്ട ഇവിടെ പറയാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ ആൻസർ ചെയ്തേക്കുക. റെഡിയാണല്ലോ? നമ്മൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. മലയാള സെക്കൻഡ് അടിസ്ഥാന പാഠാവലി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ എന്ന സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നോക്കുക. 10 ദിവസമായി എന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അവനുണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു, പ്ലാവിലക്കഞ്ഞി. ഈ അഭിപ്രായത്തെക്കുറിച്ച് വിലയിരുത്തുക. 10 ദിവസമായി എന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ആരുടെ അവസ്ഥയായിരുന്നു പറഞ്ഞത്? അപ്പൻ്റെ അവസ്ഥയായിരുന്നു പറഞ്ഞത്. എത്ര കഷ്ടപ്പെട്ട് ജോലി എടുത്തു കഴിഞ്ഞാലും എന്നും പട്ടിണി മാത്രമായിരുന്നു ആർക്കുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലല്ല, എല്ലാ കാലഘട്ടത്തിലും കർഷകരുടെ ജീവിതാവസ്ഥ. എല്ലുമുറിയെ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടാൽ പോലും എന്ത് ചെയ്യുന്നില്ല, ഈ രൂപത്തിലുള്ള നല്ല ജീവിതം നയിക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഇവരുടെ അധ്വാനത്തിൻ്റെ മഹത്വം കൊണ്ട് എത്രയോ കോടിക്കണക്കിന് വയറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പട്ടിണി മാറ്റി ജീവിക്കുന്നു എന്ന് പരാമർശിക്കുന്നു. പക്ഷെ ഇവരുടെ പട്ടിണിക്ക് എന്തില്ല, യാതൊരു അറുതിയുമില്ല എന്ന സൂചന നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവന്നേക്കുക. സെറ്റാണല്ലോ? യെസ്, ഓക്കെ, സെറ്റ്. ദെൻ നെക്സ്റ്റ്, അതൊരു അക്ഷന്തവ്യമായ അപരാധമാണ്. ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാവുന്നതല്ല. കോരന്റെ ചിന്തകളിൽ പ്രതിഫലിക്കുന്ന ആ അപരാധബോധം എന്തായിരുന്നു? വയസ്സാം കാലത്ത് വാർദ്ധക്യ സമയത്ത് അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമയായിരുന്നു. എന്നാൽ ആ കടമ നിറവേറ്റാതെ താൻ കല്യാണം കഴിച്ച ഭാര്യയുമായിട്ട് മറ്റൊരു നാട്ടിൽ വന്ന് എന്ത് ചെയ്തു, താമസിച്ചത്, അച്ഛനെ തനിച്ചാക്കി വന്ന് താമസിച്ചത് അക്ഷന്തവ്യമായ അപരാധമായിട്ട് കോരന് തോന്നുന്നു. സെറ്റാണല്ലോ? ഓക്കെ, സെറ്റ്. ദെൻ നെക്സ്റ്റ്, കഥാപാത്ര നിരൂപണം. കോരൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതിനകത്ത് കർഷകൻ ശബ്ദിക്കാനുള്ള പ്രേരണ, അപ്പനോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, അപ്പനോടുള്ള കടമ നിറവേറ്റുന്നത്. എന്ത് ചെയ്യുക, മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. ദെൻ നെക്സ്റ്റ്, പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തൊരൂറ്റം, കുരച്ചത് ചാടിക്കുതിക്കുന്നു. തെരുവ് പട്ടിയുടെ ഈ പ്രവൃത്തിയിലൂടെ കവി മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? എന്താശയമാണ്? മനുഷ്യർക്ക് നേരെയുള്ള പരിഹാസമാണ്. തന്നെ പെറ്റു പോറ്റി വളർത്തിയ അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ പോകുന്ന സമയത്ത് താൻ പ്രസവിച്ച കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടി എന്ത് ചെയ്യുന്നത്, കുരച്ച് ചാടുന്നത്. രണ്ടും വിരോധാഭാസമാണ്. ഒരാൾക്ക് നേരെയുള്ള, മനുഷ്യന് നേരെയുള്ള പരിഹാസമായിട്ടാണ് കവി ഈ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നോട്ട് ചെയ്യുക, പറയുന്ന പോയിന്റ്. ദെൻ നെക്സ്റ്റ്, ആരാണ് മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ. വരികളിൽ തെളിയുന്ന സൂചനകൾ എഴുതുക. മനുഷ്യന്റെ നന്ദികെട്ട പ്രവർത്തനം. ഈ നന്ദികെട്ട പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഈശ്വരന് പോലും മനസ്സുമെടുത്ത് ഈശ്വരൻ എന്ത് ചെയ്യാണ്, ഇറങ്ങിപ്പോകുന്ന കാഴ്ച എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ്, ഓണം എന്ന സങ്കല്പത്തിന് തന്നെ ഇന്ന് സാരമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഓണാഘോഷത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പണ്ടത്തെ കാലത്ത് ഓണം എന്ന് പറയുന്നത് അത്തം 1 മുതൽ എന്ത് തന്നെയാണ്, ഓണാഘോഷം തന്നെയാണ്. പൂക്കൾ ഇറുക്കാൻ പോകലും പൂക്കളമിടലും ഒക്കെ ഇന്ന് ഇൻസ്റ്റന്റ് ഓണമായി മാറി, ഭക്ഷണ രീതിയിൽ മാറി. വീട്ടിൽ നല്ല വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കിയിരുന്നിടത്ത് ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഉത്തരത്തിനകത്ത് കൊണ്ടുവരാം. ഓണത്തല്ലുകൾ, ഓണക്കളികൾ, ഇതിലൊക്കെ വന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യാം, കൊണ്ടുവരാം. ഓണം ഇന്ന് ഇൻസ്റ്റന്റ് ഓണമായി എന്ന് ചുരുക്കം. ഇതായിരിക്കണം നമ്മുടെ കുറിപ്പിനകത്ത് കൃത്യമായിട്ട് വരേണ്ടത്. സെറ്റാണല്ലോ? ദെൻ നെക്സ്റ്റ്, അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. ഈ വരികളുടെ സന്ദർഭവും ആശയവും വ്യക്തമാക്കുക. അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് മകൻ പോകുന്ന സമയത്ത് ജില്ലാശുപത്രിയുടെ സമീപത്തെത്തി. അപ്പോൾ മകന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മ
ഓർമ്മകൾ കടന്നു വന്നു. പണ്ട് തനിക്ക് പനിച്ചതും അമ്മ എടുത്തുകൊണ്ട് അപ്പടി ഓരോന്ന് കയറി കിതച്ചതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മകൻ ഓർക്കുന്നുണ്ട്. ആ ഭാഗമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അന്ന് തൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാകാൻ സൂചി വെച്ചതുപോലൊരു വേദന. പക്ഷെ ഇന്ന് ശരീരത്തിലല്ല വേദനിച്ചത്, എവിടെയാണ്, മനസ്സിനകത്താണ് വേദനിച്ചത്. എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്തേക്കുക. ദെൻ ഇപ്പോൾ ഇതൊരു വീടല്ല. നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാവുന്നില്ല. വീടിനെ വീടാക്കി മാറ്റുന്നത് പരസ്പര സ്നേഹബന്ധങ്ങളാണ്. ഇവിടെ അച്ഛൻ്റെ മരണത്തോട് കൂടിയിട്ട് ആ വീടിൻ്റെ ശബ്ദവും സാന്നിധ്യവും സ്നേഹവും ഒക്കെ ആരായിരുന്നു, അച്ഛനായിരുന്നു. അച്ഛൻ പോയതോടുകൂടി വീട് എന്ന സങ്കല്പം ഇല്ലാതാകുന്നു. അത് വെറും ഒരു കെട്ടിടമായി തീരുന്നു. സെറ്റാണല്ലോ, സെറ്റ് സെറ്റ് സെറ്റ്. ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും സ്നേഹത്തിന് ഒട്ടും ദാരിദ്ര്യമില്ലാത്തവരാണ് പ്ലാവിലക്കഞ്ഞി നോവൽ ഭാഗത്തെ കഥാപാത്രങ്ങൾ. ഉചിതമായ സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. കോരനും ചിരുതയും തമ്മിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ഭാര്യ കഴിക്കാൻ വേണ്ടി വയറുവേദന എന്ന് പറഞ്ഞ് ആര് കിടക്കുന്നത്, കോരൻ കിടക്കുന്നത്. കോരൻ കഴിച്ചാലേ താൻ കഴിക്കുള്ളൂ എന്ന് ആര്, ചിരുത വാശി പിടിക്കുന്നത്. കോരൻ്റെ അപ്പന് കോരി കൊടുത്തു എന്ന് കോരൻ്റെ അപ്പം പറയുന്നത് അവൾ ഒട്ടും കഴിച്ചില്ല. ഇങ്ങനെ പരസ്പര ഒരു സ്നേഹബന്ധം എന്ത് ചെയ്യുന്നുണ്ട്, പാഠഭാഗത്ത് കാണുന്നുണ്ട്. ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവന്നേക്കുക. പൊരുളില്ലാത്ത സംസാരമെന്ന് ആദ്യം തോന്നും, പക്ഷെ ചെന്ന് നോക്കുമ്പോൾ അറിയാം മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നു എന്ന്. വിശദമാക്കുക, അല്ലേ? അച്ഛൻ ഇങ്ങനെ കിടന്ന കിടപ്പിൽ നിന്ന് പല നിർദ്ദേശങ്ങളും കൊടുക്കും. അത് പ്രായാധിക്യം കൊണ്ട് പറയുന്ന എന്താ പറയുക, വെറും തോന്നലുകളാണെന്ന് നമ്മൾക്ക് ധരിച്ചേക്കാം. പക്ഷെ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതെല്ലാം കൃത്യമായിരുന്നു എന്ന് മനസ്സിലാക്കും. ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, ആ ഉത്തരം എഴുതിക്കൊള്ളുക. കൊച്ചു അക്കരച്ചിക്ക് മാനുഷിക ഭാവങ്ങൾ ഉള്ളതായിട്ട് പറയുന്ന ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചു അക്കരച്ചി നേരുള്ളവളാണ്, ചതിക്കാത്തവളാണ്, 2 സഹോദരിമാർ എന്നുള്ള വിശേഷണം, നിബിഡമായ തലമുടിയുള്ളവൾ എന്ന വിശേഷണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഒരു വൃദ്ധ മുത്തശ്ശിയുടെ റോള് കൊടുക്കുന്നുണ്ട്. ഈ റോളുകളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാനുള്ളത്, ഓർത്ത് പഠിച്ചു വെക്കേണ്ടത്. കറക്റ്റ് പഠിച്ചു വെച്ചോളുക. പരീക്ഷയ്ക്ക് ചോദിക്കും, നിങ്ങൾ ഉത്തരം എഴുതുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്തേക്കുക. സെറ്റല്ല മക്കളെ? ഓക്കെ, അപ്പോൾ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. താങ്ക്